നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് ആനുകാലിക സംഭവങ്ങളാണ്. 2025-ലെയും 24-ലെയും 23-ലെയും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ പഠിക്കേണ്ടത് നിയമനങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ. 2023-ലെ നിയമനങ്ങളല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, 2024-ലെ നിയമനങ്ങളല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 ജൂൺ മാസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് കേരള PSC മത്സര പരീക്ഷയ്ക്കും മറ്റു പരീക്ഷകൾക്കും എന്തായിട്ട് ആനുകാലിക സംഭവങ്ങളായി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷയിൽ നിർണായകമായ ഒരു മാർക്കാണ് എന്ത് കറണ്ട് അഫയേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക അതിന്റെ ഉത്തരം. ചോദ്യം ഇതാണ്: 2025-ലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും 2025-ലെ പിയൂൺ പരീക്ഷയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ രണ്ട് മത്സര പരീക്ഷകളാണ്. ഒന്ന് ലാബ് അസിസ്റ്റന്റും മറ്റൊന്ന് പിയൂൺ പരീക്ഷ. ഈ രണ്ട് ചോദ്യങ്ങളിലും ഈ പറയുന്ന കേരളത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം ഇതാണ്: 2025 ഏപ്രിൽ 30-ന് ചുമതലയേറ്റ കേരളത്തിന്റെ 50-ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഇതൊരു ചോദ്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണിത്. ഇത് ഇക്കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പൊ ഇതിൽ നാല് ഓപ്ഷൻ കൊടുത്തേപ്പുണ്ട്. ശാരദാ മുരളീധരൻ, A ജയതിലക്, ഓപ്ഷൻ C V വേണു, ദെൻ ഓപ്ഷൻ D VP ജോയ്. ഇതിൽ ഉത്തരമായിട്ട് നമുക്ക് വേണ്ടത് ആരാണ്? A ജയതിലകാണ്. ഒരു മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം സൗജന്യമായി PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ എല്ലാ ദിവസവും പത്രവാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ പത്രവാർത്തകൾ ഇങ്ങനെയാണ്: കേരള സംസ്ഥാനത്തെ 50-ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലകാണ് എന്ന കണ്ടന്റ് അന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഡെയിലി കറണ്ട് അഫയേഴ്സ് പത്രവാർത്തകളിൽ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ സൗജന്യ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കേരള സംസ്ഥാനത്തെ 50-ാമത് ചീഫ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത് A ജയതിലകാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം, നമുക്കറിയാവുന്നതാണ്. ഇനി അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. അപ്പൊ 2025 ഏപ്രിൽ 30-ന് വിരമിച്ച 49-ാമത് കേരള സംസ്ഥാനത്തെ 49-ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? അത് ശാരദാ മുരളീധരനാണ്. കേരള സംസ്ഥാനത്തെ 49-ാമത് ചീഫ് സെക്രട്ടറി. അപ്പൊ 50-ാമത് ചീഫ് സെക്രട്ടറി ആരാ? അത് A ജയതിലകാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്തേക്കണം. ഇനി ഒരു ചോദ്യം കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം 2018-ലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിക്കുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് നിയമനങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് പഠിക്കേണ്ടത്. ഒരിക്കലും 2022 നിയമനം അല്ലല്ലോ ഇപ്പോഴും പഠിക്കേണ്ടത്. ഇപ്പൊ 2022-ലെ പുരസ്കാരങ്ങൾ ഇനി ചോദിക്കാം, 2023-ലെ പുരസ്കാരങ്ങൾ ചോദിക്കാം, 2023-ൽ പബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചോദിക്കാം. പക്ഷേ നിയമനങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് നിയമനം, ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് എന്താണോ അതാണ് മത്സര പരീക്ഷയ്ക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കേരള സംസ്ഥാനത്തെ 50-ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലക്. അത് വീണ്ടും വന്നാൽ നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത്. 49-ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരനാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം 2018-ലാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറയുന്ന കേരളത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഇക്കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം: കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, A ഷാജഹാൻ ആണ് അതിന് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 2 നിയമനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാ. ഇത് ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ നമ്മൾ പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫയേഴ്സ് മെഗാ റിവിഷൻ സൗജന്യ വീഡിയോ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ആ 2 മാർക്ക് കിട്ടിയവരുണ്ടെങ്കിൽ വളരെ സന്തോഷം, അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അടുത്തത് മറ്റൊരു മേഖലയുമായി ബന്ധപ്പെട്ട്, ഇത് ഇന്ത്യയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്നിരുന്നാലും ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുവാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അന്ന് ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചേ, V for victory, വേറെ ഒന്നുമില്ലെന്നേ, ഡോക്ടർ V നാരായണനാണ് ISROയുടെ
ഇപ്പോഴത്തെ ചെയർമാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, വീണ്ടും ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇപ്പൊ പറയുന്ന വി നാരായണനെ അറിയപ്പെടുന്ന പേര്, ഇന്ത്യയുടെ ക്രയോമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇത് വി നാരായണനാണ്. നിലവിലെ ISRO ചെയർമാനായ വി നാരായണനെ എന്തു പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ക്രയോമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വി നാരായണനാണ്. അദ്ദേഹം കന്യാകുമാരി സ്വദേശിയാണ്. അപ്പൊ ഈ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ. കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങളാ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഒന്ന്, SCERT എന്നറിയപ്പെടുന്ന ടോപ്പിക് കവർ ചെയ്യുമ്പം SCERTയിൽ ഓരോ ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേർന്ന സ്ഥലമാണ് കന്യാകുമാരി. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന സ്ഥലത്തിന്റെ പേര് നീലഗിരി എന്നാണ്. പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേർന്ന സ്ഥലം കന്യാകുമാരി. കേപ്പ് ഓഫ് കാമറിൻ എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയാണ്. വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഇനി LGS പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് ഉദയവും അസ്തമനവും ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ സ്ഥലം കൂടിയാണ് കന്യാകുമാരി. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. എല്ലാ പരീക്ഷാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്താൽ സന്തോഷമായിട്ട് നമുക്ക് പരീക്ഷ ഹാളിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് മുഴുവൻ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്രയും മാർക്ക് നമുക്ക് കിട്ടും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയാണല്ലോ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിത്വമാണ് പ്രദീപ് കുമാർ. അതൊന്ന് മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? പ്രദീപ് കുമാർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് മലയാളിയായ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ സോമനാഥ്. അതായത് ഈ പറഞ്ഞ വി നാരായണന് മുമ്പേ ISROയുടെ ചെയർമാൻ ആയിരുന്നു സോമനാഥ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ആ വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ, അവിടെയും കേരള സർക്കാർ നിയമിച്ചിട്ടില്ല, ആന്ധ്രാപ്രദേശ് സർക്കാർ നിയമിച്ച മുൻ ISRO ചെയർമാൻ ആണ് സോമനാഥ്. അതൊന്ന് ഓർത്തു വെക്കണം. ഈ സോമനാഥിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം സോമനാഥ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രയാൻ 3 ദൗത്യ വിജയത്തിനുള്ള അംഗീകാരമായിട്ട് ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? സോമനാഥ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഇന്ന് 5 AM ബാച്ചിൽ, റെഗുലർ ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട നോട്ട്സ്, മൈക്രോ നോട്ട്സ്, PDF നോട്ട് എല്ലാം കൃത്യമായി വായിക്കണം. വീഡിയോ ക്ലാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയിട്ട് വായിക്കണം. SCERTയിലെ 2 ചാപ്റ്റർ, അതിലൊരു ചാപ്റ്റർ രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി പഠിക്കണം. മാജിക് മന്ത്ര നോട്ട്സും പഠിക്കണം. ദെൻ അതിനുശേഷം ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന മോക്ക് ടെസ്റ്റ്, ഒരു മോക്ക് ടെസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതൊന്നെങ്കിൽ വൈറ്റ് പേപ്പറിൽ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള OMR ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് രാത്രി 9ക്കും 9:30ക്കും ഇടയിൽ ഇന്ന് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പോൾ എക്സാം ഉണ്ട്. അപ്പൊ കൃത്യമായ റിവിഷൻ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് വീഡിയോ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള മൈക്രോ നോട്ട്സ് വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന മത്സര പരീക്ഷ കിട്ടുക തന്നെ ചെയ്യും. ദെൻ 5 AM ബാച്ചിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി ഉള്ളവർ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ 5 AM ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. ഏതാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മത്സര പരീക്ഷ, അതിനുശേഷം 5 AM ബാച്ച് എന്ന് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അടുത്തത് കേരളത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരള ഗവർണർ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് വേറെ, നോമിനൽ എക്സിക്യൂട്ടീവ് വേറെ. രണ്ട് ചോദ്യമാണ്. കേരള സംസ്ഥാനത്തിന്റെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറും കേരള സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയുമായിരിക്കും. ഇതേ ചോദ്യം തിരിഞ്ഞു പോകണം. എവിടെ? ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ കേരളത്തിലെ നിലവിലെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. കേരളത്തിലെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അടുത്തത് കേരള ഹൈക്കോടതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ
39ാമത് ചീഫ് ജസ്റ്റിസ് ആണ് നിധിൻ മധുകർ ജാംദർ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിധിൻ മധുകർ ജാംദർ ആണ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാ? നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എ ജയതിലകാണ്. അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അലക്സാണ്ടർ തോമസ് ആണ്. അപ്പൊ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്റെ കൂടെ പറയണം, പഠിച്ചു പോണം. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വീണ്ടും റിപ്പീറ്റ് ചെയ്യും, എ ജയതിലകാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാൻ. ഈ കഴിഞ്ഞ മത്സര പരീക്ഷ ചോദിച്ച ചോദ്യം എങ്ങനെയാ? സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ അതിനുത്തരം എ ഷാജഹാൻ. അദ്ദേഹം തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ. രണ്ട് ചോദ്യങ്ങളും ഒരേ ആള് തന്നെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ എ ഷാജഹാൻ. സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും എ ഷാജഹാൻ തന്നെ. അടുത്തത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിക്കും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ വി ഹരിനായർ ആണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മറ്റൊരു ചോദ്യമുണ്ട്, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എ റഷീദ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് പി സതീദേവി. ഈ പറഞ്ഞേക്കുന്ന 4 നിയമനങ്ങളും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഒരു തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എന്നോ സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ എന്നോ ചോദിച്ചാൽ അതിനുത്തരം എ ഷാജഹാൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ജി ശശിധരൻ ആണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ഇനി ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന നോട്ട്സിൽ ഒരു അപ്ഡേഷൻ കൂടി വരുത്തി നിങ്ങൾ പഠിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല എന്ന് പറഞ്ഞൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഉത്തരം ആലപ്പുഴയാണ്. ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട് പഠിക്കുമ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ദെൻ വ്യവസായം എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന മേഖലയാണ്. മറക്കല്ലേ, വ്യവസായം എന്ന് പറയുന്നത് ദ്വിതീയ മേഖല, പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല നമ്മൾ പഠിക്കുമല്ലോ. അതിൽ തൃതീയ മേഖലയിലല്ല ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വ്യവസായം. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചേക്കണം. ഇന്ന് കണ്ടന്റിനകത്തുള്ള അപ്ഡേഷൻ ആയി പറഞ്ഞേക്കുന്നത്. അടുത്തത് സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് എം ഷാജർ ആണ്. അപ്പൊ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ആണ്. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് എം ഷാജർ ആണ്. അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് എം ആർ ബൈജു ആണല്ലോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എം ആർ ബൈജു. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അടുത്തത് നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്നറിയപ്പെടുന്നത് രത്തൻ യു ഗേൽക്കർ ആണ്. നിലവിലെ കേരള സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ. തിരിയരുത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഷാജഹാന്റെ ചോദ്യം എന്താ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് എ ഷാജഹാൻ. സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നതും എ ഷാജഹാൻ ആണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്തേക്കണേ. അടുത്തത് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നിലവിലെ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ ഈ ക്ലാസ് കാണുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ഇതിലേതെങ്കിലും നിയമനങ്ങൾ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് സി കെ അബ്ദുൾ റഹീം ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ. അടുത്തത് 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം കെ എൻ ഹരിലാൽ ആണ് 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ
മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്തേക്കണം. അടുത്തത് കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ക്ലോർ അക്കാദമി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് മലയാള മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് മുരുകൻ കാട്ടാക്കടയാണ്. അപ്പൊ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത്, കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, മലയാള മിഷൻ ഡയറക്ടർ ആരാണ്? അത് മുരുകൻ കാട്ടാക്കടയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? നിലവിലെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്തേക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടബുർക്കല. അപ്പൊ നമ്മൾ ഈ ബാങ്ക് എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആദ്യം കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് 13 ജില്ലാ സഹകരണ ബാങ്കുകളാണ് കേരള ബാങ്കിൽ ലയിക്കുന്നത്. പിന്നീട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കൂടെ ചേർത്ത് ഇപ്പോൾ നിലവിൽ 14 ജില്ലാ സഹകരണ ബാങ്കും ലയിച്ചാണ് കേരള ബാങ്ക് ആയി നിൽക്കുന്നത്. ആ തുടക്ക സമയത്ത് കേരള ബാങ്കിന്റെ രൂപീകരണ സമയത്ത് 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരളത്തിലെ മൊത്തം കേരളത്തിൽ 14 ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. അതിൽ 13 ജില്ലാ സഹകരണ ബാങ്ക് ലയിച്ചാണ് ആരുണ്ടാകുന്നത്? കേരള ബാങ്ക് ഉണ്ടാകുന്നത്. കേരള ബാങ്കിന്റെ രൂപീകരണ സമയത്ത് ഈ പറഞ്ഞ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഈ പറയുന്ന കേരള ബാങ്ക് ലയിച്ചിരുന്നില്ല. പിന്നീട് കേരള നിയമസഭ പാസാക്കിയ പ്രത്യേക നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിക്കുന്നത്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറുക്കിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അതായത് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ ആണല്ലോ? ഇത്രയും ഈ പറയുന്ന കണ്ടന്റ്. ഇനി നമുക്ക് വേണ്ടത് കേരള ബാങ്കിന്റെ CEO ആരും ചോദിച്ചാൽ കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്നത് ജോർട്ടി M ചാക്കോയാണ്. കേരള ബാങ്കിന്റെ നിലവിലെ CEO. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേം കുമാർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സംവിധായകനല്ലാത്ത കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ ആദ്യ വ്യക്തി കൂടിയാണ് പ്രേംകുമാർ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ ക്ലാസിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതിന്റെ നോട്ട്സും സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് PDF നോട്ട് വായിക്കാം. അതിന്റെ എക്സാം രാത്രി 9 മണിക്കും 9:30ക്കും ഇടയ്ക്ക് പബ്ലിഷ് ചെയ്യും. അതുകൂടി അറ്റൻഡ് ചെയ്ത് പോകണം. അടുത്തത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരും ചോദിച്ചാൽ അത് KC റോസക്കുട്ടിയാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ഉണ്ട്. അതാരാ? V സുനിൽകുമാർ. സംസ്ഥാന ലോകായുക്ത ആരാണ്? നിലവിലെ സംസ്ഥാന ലോകായുക്ത എന്നറിയപ്പെടുന്നത് N അനിൽകുമാർ ആണ്. അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ അത് മുഖ്യമന്ത്രിയാ. നിലവിലെ ചെയർമാൻ ആരാ? അത് പിണറായി വിജയനാണ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഒരു ടോപ്പിക്ക്, ഒരു സബ്ജക്ട് തന്നിട്ട് അത് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, യൂണിയൻ ലിസ്റ്റിലാണോ, കൺകറന്റ് ലിസ്റ്റിലാണോ? അത് ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറഞ്ഞേക്കുന്ന ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാ. പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാ. നമ്മൾ ഈ പറയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നതാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയും കേന്ദ്ര ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 11ാമത് കേരള സംസ്ഥാനത്തിന്റെ 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് K മോഹൻദാസ് ആണ്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. അടുത്തത് ദുരന്ത നിവാരണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ സിലബസ് ടോപ്പിക്കിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാ, ശ്രീ പിണറായി വിജയനാണ് നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അതൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണേ. അടുത്തത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് BS മാവോജിയാണ്. സംസ്ഥാന
പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ജി ശശിധരൻ ആണ്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ഏത് കറണ്ട് അഫയേഴ്സ്, ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അതൊന്ന് കമന്റ് ചെയ്താൽ അടുത്ത ടോപ്പിക്ക് അത് എടുത്തു തരുന്നതായിരിക്കും. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട, മുഴുവനല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളെല്ലാം ഏറെക്കുറെ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആ ഒരു സാധ്യതയുള്ള ചോദ്യമെല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.